ടെൻഷൻ മൂലം നാം പ്ലാൻ ചെയ്തിരിക്കുന്ന പല പരിപാടികളും യഥാസമയം നടത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നാം വഴുതി വീഴുകയും ചെയ്യും. ചില ആളുകൾ മാനസിക സംഘർഷമുണ്ടായാൽ അമിതമായി മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും കാണാറുണ്ട്. എന്നാൽ ടെൻഷനെ അതിജീവിക്കുവാനുള്ള ശരിയായ മാർഗങ്ങളൊന്നുമല്ല ഇതൊന്നും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നാം അസ്വസ്ഥരാകുന്നു. ഈ അവസ്ഥയാണ് പിന്നീട് മാനസിക സമ്മർദ്ദത്തിലേക്ക് വഴിതെളിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അതിനെ സമചിത്തതയോടെ അംഗീകരിക്കുവാനുള്ള മനോഭാവം വളർത്തിയെടുക്കുകയാണ് ടെൻഷനെ നേരിടുവാനുള്ള ആദ്യ പടി. വിജയങ്ങളിൽ അമിതമായി സന്തോഷിക്കാൻ പാടില്ല. എന്നാൽ തോൽവികൾ നിങ്ങളെ തളർത്താൻ അനുവദിക്കുകയുമരുത്. നിങ്ങൾ ടെൻഷൻ അടിച്ചത് കൊണ്ട് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ടെൻഷൻ അടിക്കുന്നത്? ആ കാര്യത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും നടക്കേണ്ട കാര്യം നടക്കേണ്ടതുപോലെ നടക്കും. അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുകയല്ലേ നല്ലത്? ഒന്നിനും അമിത പ്രാധാന്യം നൽകാതിരിക്കുക. ചിലർ ടെൻഷൻ അടിക്കുന്നത് തങ്ങൾ ചെയ്യുന്ന കാര്യം നന്നായി നടക്കുമോ, സാമ്പത്തിക തടസ്സം ഉണ്ടാകുമോ, രോഗങ്ങൾ വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കും. എല്ലാം എൻ്റെ നന്മക്കാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ദൈവവിശ്വാസം ടെൻഷനെ നേരിടുവാനുള്ള ഉത്തമ ഔഷധമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ അവ പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിൽ ടെൻഷനെ ഒരുക്കിക്കളയുവാൻ ദൈവവിശ്വാസം സഹായിക്കും. ജീവിതത്തിൽ അടുക്കും ചിട്ടയുമില്ലാത്ത വ്യക്തികളിൽ ടെൻഷൻ കൂടുതലായി കണ്ടുവരാറുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ യഥാസമയം നിർവഹിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും ടെൻഷന് അടിമപ്പെടുന്നത്. ചില ആളുകൾ എല്ലാത്തിനും യെസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിൽ വലിച്ചു കയറ്റാറുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രം ഏറ്റെടുത്താൽ മതി. നോ പറയേണ്ടിടത്ത് നോ പറയുവാൻ നിങ്ങൾ ശീലിക്കണം. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. കാര്യങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് വേണം നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കേണ്ടത്. ഫോൺ കോളുകൾ ചെയ്യുവാനും എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയം നീക്കിവെക്കുന്നത് ടെൻഷൻ കുറക്കുവാൻ സഹായിക്കും. ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്നൊരു പേപ്പറിൽ കുറിച്ചു വെക്കുന്നത് നല്ലതാണ്. നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ടെൻഷൻ ഒഴിവാക്കാനുള്ള മറ്റൊരു കാര്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി കടൽക്കരയിലൂടെ ഇളം കാറ്റേറ്റ് നടക്കുന്നൊരു ദൃശ്യമായിരിക്കാം അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ തകർത്തു പെയ്യുന്ന മഴയിൽ നിങ്ങൾ തുള്ളിച്ചാടി കുളിക്കുന്ന ദൃശ്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് തണുക്കുകയും ടെൻഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ടെൻഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ഹൃദയം തുറന്നു സംസാരിക്കുന്നത് വളരെ ഫലപ്രദമായ കാര്യമാണ്. നേരിട്ട് സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ടെലിഫോണിലൂടെ സംസാരിച്ചാലും മതിയാകും. ലോകത്ത് ഉന്നതമായ സന്തോഷം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും ടെൻഷനെ തങ്ങളുടെ വരുതിയിൽ നിർത്തിയവരാണ്. നിഷേധാത്മക ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൂടുകൂട്ടുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ടെൻഷൻ അനുഭവപ്പെടുമ്പോൾ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും പാട്ട് കേൾക്കുന്നതും വ്യായാമത്തിൽ ഏർപ്പെടുന്നതും എല്ലാം
ടെൻഷൻ കുറക്കാൻ സഹായിക്കുന്നതാണ്. ടെൻഷനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി അത് വളരും. ഇത്തരം മാർഗങ്ങൾ, ടെൻഷൻ ഇല്ലാതാക്കുന്ന മാർഗങ്ങളെല്ലാം തുടർച്ചയായി ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുമ്പോൾ ടെൻഷൻ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായും ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും നമ്മെ ഒരു തരത്തിലും ബാധിക്കാത്തതായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങൾ നമ്മളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുകയും ചുറുചുറുക്കും സന്തോഷവുമുള്ള മികച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ടെൻഷൻ ജീവിതത്തെ വല്ലാതെ ബാധിക്കും, നമ്മളെ വിജയത്തെ ബാധിക്കും. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുക, ജീവിതം ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോവുക.